ഹായ്, ഇന്നലത്തെ എൻ്റെ അപ്പമാവ് മോശമായി പോയതുകൊണ്ട് ഇനി ഇന്ന് അരിയുടെ കുഴപ്പമാണോ അതോ ഞാൻ താമസം സ്റ്റാർട്ട് ചെയ്തതിൻ്റെ കുഴപ്പമാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇന്ന് നേരത്തെ തന്നെ അപ്പത്തിന് അരച്ച് വെച്ചിട്ടാ. അരച്ച് വെച്ച് ബാക്കി ജോലിയെല്ലാം ഒതുക്കിയിട്ട് ഉമ്മായും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് കേട്ടോ, കാല് കാണിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞു വിട്ട പറഞ്ഞ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ കയറി ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ അവിടെ ഡോക്ടറില്ല എന്നറിഞ്ഞു. വേറെ ഡോക്ടറിനെ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് അതിലൊരു തൃപ്തിയില്ല. ഉമ്മ കാണിക്കുന്ന ഡോക്ടറെ തന്നെ കാണിക്കണം, അതാണ് ഉമ്മാക്ക് ഇഷ്ടം കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് എന്തായാലും തിരിച്ചു വരുന്ന വഴിക്ക് ഉമ്മയുടെ സഹോദരൻ്റെ വീട്ടിലോട്ട് കയറണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ നമ്മൾ. അതുകൊണ്ട് തന്നെ നേരെ നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് റംബൂട്ടാനും വാങ്ങിച്ചുകൊണ്ട് അവിടോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ വന്നതാ കയറിയതേ ഉള്ളൂ. അപ്പം മാമിയാണെങ്കിൽ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല അടിപൊളി ഒരു ജ്യൂസൊക്കെ തയ്യാറാക്കി തന്നിട്ടുണ്ട്. അത് കുടിക്കാതിരുന്നപ്പോഴാണ് ഇതാ ഈ നല്ല ഒരു പൂച്ചക്കുട്ടിയെ ഞാൻ കണ്ടത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഇവളുടെ അമ്മ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മളിവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നേ. ഇപ്പോഴത്തെ 3-4 കുട്ടികളുണ്ടായിരുന്നു, അതിലൊരു കുട്ടിയാണ് കേട്ടോ അത്. അങ്ങനെ അത് നമ്മുടെ പിറകെ ഇങ്ങനെ നടന്നു. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്ക് മാമി നമുക്ക് ചോറും കറികളൊക്കെ എടുത്ത് വെച്ചപ്പോൾ ചോറ്, സാമ്പാർ, മീൻ വറുത്തത്, രസം, അവിയൽ, പിന്നെ നെത്തോലി കരുവാടിട്ട ഒരു നല്ല വഴറ്റി കുഴമ്പ് വരുമാക്കിയ ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ ചോറെല്ലാം കഴിച്ചിട്ട് കുറേ നേരം നമ്മളെല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ നാളായി കേട്ടോ ഇങ്ങോട്ട് വന്നിട്ട്. ഉമ്മക്ക് കാല് വയ്യാതിന് ശേഷം ഇങ്ങോട്ട് വന്നതേയില്ല. പിന്നെ മാമി എന്നെ വിളിച്ചുകൊണ്ട് മുകളിലോട്ട് പോയി. മുകളിലോട്ട് എത്തിയപ്പോഴത്തേക്ക് ഷിജു ഉറക്കൊഴിച്ച് വരികയാണ്. അപ്പോൾ അവനതാ സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ട് തറയിൽ തന്നെ നിൽപ്പുണ്ട്. ഇതാ ഈ കുട്ടിപ്പൂച്ച അവൻ്റെ പെറ്റാണ് കേട്ടോ. അവനാണെങ്കിൽ ക്യാറ്റ് ഫുഡൊക്കെ വാങ്ങി കൊടുത്താണ് അവളെ വളർത്തുന്നത്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മാമിയാണെങ്കിൽ നമുക്ക് ചായയൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞ് അതിനിടയിൽ ഷിജു കടയിൽ പോയി പപ്സും ഉഴുന്നുവടയും സമൂസയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ നമുക്കെല്ലാവർക്കും മാമി സമൂസയൊക്കെ തന്നു. നമ്മളതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പൂച്ച വന്നിരുന്ന് എനിക്ക് ദയോ എന്ന് പറഞ്ഞ് കരഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവക്കും കൂടെ കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ കാണാൻ പൂച്ചയുടെ അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളായി അമ്മപ്പൂച്ച ഞാൻ കണ്ടിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മാമിയും ഷിജുവൊക്കെ കൂടെ നമ്മളങ്ങ് വീട്ടിലോട്ട് കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട്. ഇവിടെ വന്നാൽ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. മാമ ഉണ്ടെങ്കിൽ മാമ കൊണ്ടാക്കി തരും, അല്ലെങ്കിൽ ഷിജു നമ്മളെ വീട്ടിൽ കൊണ്ടാക്കി തരും. അപ്പോൾ പിന്നെ നമ്മളിതാ മാമി എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ വീട്ടിലോട്ട് വെച്ച് പിടിക്കുകയാണ്. അങ്ങനെ വീട്ടിലോട്ട് വന്നു അവിടെ നിന്ന് ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ മാമി ഒരു വിധത്തിൽ കേൾക്കത്തില്ല. അങ്ങനെ ഇതാ അവർ തിരിച്ച് ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.